അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 178. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം പുതിയ ഒരധ്യായത്തിൻ്റെ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് സൂറത്തു ത്വാരിഖ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്വാരിഖ്. ആകാശവും രാത്രി വരുന്നതും രാത്രി പ്രത്യക്ഷപ്പെടുന്നതും സാക്ഷിയാണ്. വമാ അദ്റാക മത്വാരിഖ്. രാത്രി വരുന്നത് എന്നതുകൊണ്ട്, രാത്രി പ്രത്യക്ഷപ്പെടുന്നത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെന്താണെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? അന്നജ്മു സാഖിബ്. പ്രകാശം തുളച്ച് കയറുന്ന നക്ഷത്രമാണത്. അപ്പോൾ ആകാശവും ആകാശത്ത് പരന്നു കിടക്കുന്ന കോടാനക്കോടി നക്ഷത്രങ്ങളും സാക്ഷിയാണ് എന്നർത്ഥം. നക്ഷത്രങ്ങളെ കാണപ്പെടാറുള്ളത് രാത്രിയിലാണ് എന്നതുകൊണ്ടാണ് രാത്രി വരുന്നത് എന്ന് പറയാൻ കാരണം. ആകാശലോകത്തെയും ആകാശത്ത് പരന്നു കിടക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയും പിടിച്ച് സത്യം ചെയ്യുകയാണ്. രാത്രി വരുന്നത് സാക്ഷി എന്ന് പറഞ്ഞ് അവ്യക്തമായ ഭാഷയിൽ പറയുമ്പോൾ അതെന്താണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അതിൻ്റെ ഇടക്ക് കയറി വന്നതാണ് വമാ അദ്റാക മത്വാരിഖ് അന്നജ്മു സാഖിബ്. രാത്രി വരുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കത്തിജ്വലിക്കുന്ന നക്ഷത്രമാണ്. പ്രകാശം തുളച്ച് കയറുന്ന നക്ഷത്രം, അതാണ് അന്നജ്മു സാഖിബ്. എന്നിട്ട് ഈ സത്യവാചകം കഴിഞ്ഞ ഉടനെ വളരെ പ്രധാനപ്പെട്ട സൂറയുടെ പ്രമേയം അവതരിപ്പിക്കുകയാണ്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൾ. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൾ. ലോകത്ത് ഒരു ശരീരവുമില്ല, ഒരു ജീവിയുമില്ല, ഇല്ലാ അലൈഹാ ഹാഫിൾ. ആ ജീവിയുടെ മേലിൽ കൃത്യമായ ഒരു നിരീക്ഷകനില്ലാതെ. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല വസ്തുക്കളെയും സകല ജീവനുകളെയും മനുഷ്യരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അവയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് അവക്കുണ്ടെന്നർത്ഥം. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൾ. ഒരു ശരീരവും അതിൻ്റെ മേൽ നിരീക്ഷകനില്ലാത്തതില്ല. അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. ലമ്മ അലൈഹ ഹാഫിൾ
എന്ന് പറഞ്ഞെടുത്ത് അറബി ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലമ്മ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അറബി ഭാഷ അറിയുന്നവർക്ക് വേണ്ടി ഒന്ന് ഉണർത്തുന്നു എന്ന് മാത്രം. ഇൻ കുല്ലു നഫ്സിൻ, ഒരു ശരീരവും ഇല്ല, ലമ്മ ഇല്ല അലൈഹ ഹാഫിൾ, അതിൻ്റെ മേലിൽ ഒരു ഹാഫിൾ ഇല്ലാതെ, സംരക്ഷകനില്ലാതെ, നിരീക്ഷകനില്ലാതെ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലമ്മ എന്നുള്ളത് അറബി ഭാഷയിൽ രണ്ട് പ്രധാനമായും ഈ അർത്ഥത്തിൽ ഇല്ല എന്ന അർത്ഥത്തിന്, ഇല്ല എന്ന അർത്ഥത്തിന് നമുക്ക് രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കുന്നത് കാണാം. ഒന്ന്, ഇൻ എന്നത് നിഷേധാർത്ഥത്തിൽ വരുന്ന ഇന്നിന് ശേഷം ഇത് ഉപയോഗിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മറ്റൊന്ന് സത്യവാചകത്തിലും സത്യത്തിൻ്റെ മറുപടിയിലും ഇതുപയോഗിക്കുന്നതായിട്ട് കാണാം. സത്യവാചകത്തിലും ഇതുപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണം, സഅൽതുക ലമ്മ ഫഅൽത്, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് എന്ന് പറയാറുണ്ട്. അവിടെ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതാവട്ടെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ കുല്ലു നഫ്സിൻ മിനൻ നുഫൂസി ത്വയ്യിബതി വൽ ഖബീസ ഇൻസിയതൻ ഔ ജിന്നിയ, നല്ല ശരീരമാവട്ടെ, ചീത്ത ശരീരമാവട്ടെ, മനുഷ്യനാവട്ടെ, ഭൂതമാവട്ടെ, എല്ലാ ശരീരങ്ങളുടെയും എല്ലാ ആത്മാക്കളുടെയും മേൽ ഇല്ലാ അലൈഹ ഹാഫിളും മുഹൈമിനുൻ റഖീബ്, അതിനെ നിരീക്ഷിക്കുന്ന ഒരു സംരക്ഷകനും നിരീക്ഷകനും അതിന് ആ ശരീരത്തെ വാച്ച് ചെയ്തുകൊണ്ടുണ്ടാവും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആരാണവൻ? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? ആകാശലോകത്തെയും നക്ഷത്രങ്ങളെയും പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. ആകാശലോകത്തെയും അതുപോലെ തന്നെ അവിടെയുള്ള കോടാനക്കോടി നക്ഷത്രങ്ങളെയും സൂക്ഷിക്കാനും നിരീക്ഷിക്കാനും അവക്ക് വേണ്ടതൊക്കെ അവയുടെ നിലനിൽപ്പിന് ആവശ്യമായതൊക്കെ ചെയ്യാനും കഴിവുള്ള റബ്ബ്, ആ റബ്ബ് സാക്ഷിയാണ്, അവൻ തന്നെയാണ് നിങ്ങളെയും സംരക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു ദിവസം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാട്ടിടയനെ കാണുന്നു, ഒരടിമയായ ആട്ടിടയനെ കാണുന്നു. ആ ആട്ടിടയൻ്റെ അടുത്തുകൂടെ, ചെറുപ്പക്കാരനായ ആട്ടിടയൻ്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ ആ ആട്ടിടയനെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, ബിഅനി ഷാത്തൻ, ഒരുപാട് ആടുകൾ, ഈ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ നീ എനിക്ക് വിൽക്കുമോ? ഈ ആട്ടിടയൻ പറഞ്ഞു, ഇന്നഹാ ലൈസത്ലി, ഇതെൻ്റെ ആടുകളല്ലല്ലോ, എനിക്ക് ഇതിൻ്റെ സംരക്ഷണ ചുമതലയാണുള്ളത്, ഇവയെ പോറ്റുകയാണ്, സംരക്ഷിക്കുകയാണ് എൻ്റെ ചുമതല, ഇത് വിൽക്കാൻ എനിക്ക് അധികാരമില്ല, ഇതിൻ്റെ ഉടമ ഞാനല്ല. ഉടനെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അങ്ങനെ മുതലാളി ചോദിക്കുകയാണെങ്കിൽ ഖുല്ലഹു അകലഹദ്ദിബു, മരുഭൂമിയിൽ നിന്ന് ചെന്നായ പിടിച്ചു തിന്നു എന്ന് പറഞ്ഞാൽ പോരെ, ഒരെണ്ണത്തെ എനിക്ക് വിൽക്കുമോ? നിനക്ക് ആ കാശ് ലാഭിക്കാമല്ലോ. അപ്പോഴാണ് ഈ അടിമപ്പയ്യൻ പറഞ്ഞത്, ഫഅയ്നല്ലാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ചെന്നായ പിടിച്ചു തിന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മാലിക്കിനെ, ഇതിൻ്റെ ഉടമയെ പറ്റിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബിൻ്റെ കാര്യത്തിൽ ഞാനെന്തു ചെയ്യും? അപ്പോൾ പിന്നെ അള്ളാഹു എവിടെയാണ്? അവനെ ഞാൻ മറന്നു കളയുകയോ? അവനില്ലേ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ അടിമയുടെ ഉടമയെ കണ്ട് ആ ആട്ടിൻ പറ്റത്തെയും അടിമയെയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങി അടിമയെ മോചിപ്പിച്ച് ഈ ആട്ടിൻ കൂട്ടത്തെ മുഴുവനും അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ അടിമയല്ല, ഇന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രനാണ്, മാത്രവുമല്ല ഇന്നു മുതൽ നിങ്ങളൊരു ദരിദ്രനല്ല, ഇത്രയുമധികം ആട്ടിൻ കൂട്ടമുള്ള ഒരു മുതലാളിയാണ്, കൊണ്ടുപോയി നിങ്ങൾ നോക്കി
നിങ്ങൾ സുഖസുന്ദരമായി ജീവിച്ചോളൂ എന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത് സ്വീകരിച്ച് സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ചു പോകുന്നു. എത്ര വലിയ അത്ഭുതമാണ്! അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ജീവിതം മുഴുക്ക പറയാറുണ്ടായിരുന്നത്രേ, ദാലിക്കൽ അബ്ദു ഖാല ദാലിക്കൽ അബ്ദു ഫഅയ്നല്ലാഹ്, ഖാല ദാലിക്കൽ അബ്ദു ഫഅയ്നല്ലാഹ്. അന്ന് അടിമ മരുഭൂമിയിൽ വെച്ച് എന്നോട് ചോദിച്ചു, അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാണുന്നത് എന്തു ചെയ്യും? സുബ്ഹാനല്ലാഹ്. എന്ത് പറയുമ്പോഴും മഹാനവറുകൾ ഇതിങ്ങനെ പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ അതൊരു ഗുണപാഠമാക്കി എടുത്തിരുന്നു എന്ന് കാണാം. ഇതാണ് ഈ സത്യവാചകവും ശേഷമുള്ള പ്രമേയവും തമ്മിലുള്ള ബന്ധം. മാത്രമല്ല ഇതിലേറെ വലിയ ഒരു ബന്ധം. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ശരീരത്തിനും അതിൻ്റെ അമലുകൾ കൃത്യമായി സൂക്ഷിക്കുന്ന, അത് ചെയ്ത നന്മകളും തിന്മകളുമൊക്കെ റെക്കോർഡാക്കി വെക്കുന്ന ഒരു ഹാഫിൾ ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു സൂക്ഷിപ്പുകാരൻ. വ ഇന്ന അലൈക്കും ലഹാഫിളീന കിറാമൻ കാതിബീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തീർച്ചയായും നിങ്ങളുടെ മേലിൽ ചില സൂക്ഷിപ്പുകാരുണ്ട്. അവർ കിറാമൻ കാത്തിബീൻ, മാന്യരായ എഴുത്തുകാരാണ്. നിങ്ങളുടെ നന്മ തിന്മകൾ എഴുതി വെക്കുന്ന കൃത്യമായ എഴുത്തുകാർ നിങ്ങൾക്കുണ്ട് എന്ന് സൂറത്തുൽ ഇൻഫിത്താറിൽ പറഞ്ഞ അതാണ്. നേരത്തെ പറഞ്ഞ അർത്ഥമനുസരിച്ച് വകാനല്ലാഹു അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനാകുന്നു എന്ന് പറഞ്ഞ ആ വാക്കിനനുസരിച്ചാണ് വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ എന്ന് പറഞ്ഞതനുസരിച്ചാണ് നേരത്തെ പറഞ്ഞ ഹാഫിൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എഴുത്തുകാർ, ചില പ്രത്യേക എഴുത്തുകാർ നിങ്ങളുടെ അമലുകളെ സൂക്ഷിക്കുന്നു. ഇതനുസരിച്ച് അത്ഭുതകരമായ ഒരു ബന്ധമാണ്, അത്ഭുതകരമായ ബന്ധമാണ് ഈ സത്യവാചകവും ശേഷമുള്ള ജവാബും തമ്മിലുള്ളത്. അതെന്താണ്? ആകാശങ്ങളെ കൊണ്ടും നക്ഷത്രങ്ങളെ കൊണ്ടും സത്യം ചെയ്തപ്പോൾ അള്ളാഹു അതിലൂടെ പഠിപ്പിക്കുന്നത്, ആകാശലോകത്ത് നക്ഷത്രങ്ങളെ സൂക്ഷിക്കുന്ന റബ്ബിന് നിങ്ങളുടെ അമലുകൾ റെക്കോർഡാക്കി സൂക്ഷിക്കുക എന്നത് ഒരു പിഴവും കൂടാതെ കൃത്യമായി റെക്കോർഡാക്കി സൂക്ഷിക്കുക എന്നതൊരു പ്രയാസമല്ല. കോടാനക്കോടി നക്ഷത്രങ്ങളെ ഒരു കുഴപ്പവും കൂടാതെ അവൻ സൂക്ഷിച്ചു വരുന്നില്ലേ? മാത്രമല്ല നിങ്ങളുടെ അമലുകൾ ഇപ്പോഴും എല്ലാ സമയത്തും നിങ്ങളുടെ കർമ്മ പുസ്തകങ്ങളിൽ അതാ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അത് കാണുന്നില്ലെങ്കിലും ഖിയാമത്ത് നാളിൽ അത് നിങ്ങൾ കാണേണ്ടി വരും. ഏതുപോലെ നക്ഷത്രങ്ങൾ എല്ലാ സമയത്തും ആകാശലോകത്തുണ്ട്, പക്ഷേ കാണപ്പെടുന്നത് രാത്രിയിലാണ്. രാത്രി മാത്രമാണ് നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത്. എല്ലാ സമയത്തും അത് എവിടെയുണ്ട്? ആകാശത്തുണ്ട്. പക്ഷേ രാത്രിയിലാണ് നക്ഷത്രത്തെ കാണാൻ കഴിയുന്നത്. ഇത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ മടക്ക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നിനക്ക് നിർബന്ധമാണ്. ഇതിൽ നീ സംശയിക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ നിൻ്റെ തുടക്കത്തെക്കുറിച്ച് ആലോചിക്കണം. എന്തിന്? നിൻ്റെ മടക്കത്തിലേക്ക് തിരിച്ചു വരാൻ. അതാണ് ഇനി അടുത്തത് ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ് എന്ന് പറഞ്ഞ് നമ്മുടെ തുടക്ക കഥ പറഞ്ഞ് ആ വഴിക്ക് ആലോചിക്കാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ പറയാം. എത്ര നല്ല വ്യാഖ്യാനമാണ്! തീരെ തൊലിയില്ല, കഴമ്പ്, എല്ലാം കഴമ്പ് മാത്രമായ വ്യാഖ്യാനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആകാശലോകത്തെപ്പോഴും നക്ഷത്രങ്ങളുള്ളതുപോലെ, എന്നാൽ അത് രാത്രി വെളിവാകുന്നത് പോലെ നിങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ ഓരോ സെക്കൻഡിലും നിങ്ങൾ ചെയ്യുന്ന നന്മ തിന്മകൾ രേഖപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിപ്പോൾ കാണുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു എഴുത്തും കുത്തുമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ട. എല്ലാം കാണുന്ന ഒരു നാൾ വരുന്നുണ്ട്, അന്ന് വിരൽ കടിക്കേണ്ടി വരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.